കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങളും പ്രശ്നങ്ങളും ഒരു പാറ്റേണാണ്. കഴിഞ്ഞ നമ്മുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും കാലത്തിൽ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിത സമയത്തിലേക്ക് വന്നെത്തുമ്പോൾ അത് നമ്മുടെ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ പറ്റും. ഇത് എൻ്റെ പൂർവികരും അനുഭവിച്ചതാണ്, എൻ്റെ കാലഘട്ടത്തിലും ഇത് വന്നിരിക്കുകയാണ്. അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ വേരുകളെ നശിപ്പിച്ച് കളയാൻ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളുടെ അവസാനത്തെ ആണിയടിച്ച് അതിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവരെയും ഇന്നത്തെ ഈ ദൈവിക ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചില പ്രശ്നങ്ങൾ ചില വീടുകളിൽ ആരംഭിക്കുന്നത് അതിൻ്റെ അന്തരീക്ഷം മുൻകൂട്ടി തന്നെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ടുള്ളതായ ചില സൂചനകൾ നിങ്ങൾക്ക് തന്നെ തോന്നാം. ഇന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഇന്ന പോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയൊരു കാര്യം വരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരിക്കും. ചിലർ പറയാറുണ്ട്, എൻ്റെ ചെവി ചൂടാകും. ആ ചെവി ചൂടാകുന്നതിൻ്റെ ശേഷമാണ് എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിൽ ആൾക്കാർ വീട്ടിൽ ആരെങ്കിലും വീണു എന്നുള്ള വാർത്ത ഞാൻ കേൾക്കുന്നത്. വേറെ ചിലർ പറയും, എനിക്ക് എൻ്റെ കണ്ണിങ്ങനെ കിടന്ന് കടിക്കും. ആ കണ്ണിനകത്ത് ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ രക്തമായി മുറിവ് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ആരെങ്കിലും ആകുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതായ ചില സങ്കടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരേ വിഷമം, ഒരേ ഭയം, ഒരേ തകർച്ച, ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്നൊരു ചങ്ങലയാണ്. ആ ചങ്ങലയിലെ അടുത്ത കണ്ണി ചേർക്കാൻ ദുഷ്ടൻ പദ്ധതിയുമായി വരുമ്പോൾ ഇത്തവണ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ അതിനെ എതിർക്കണം, അതിനെ തകർത്ത് കളയണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ അതിനെ ജീനുകളാണെന്ന് പറയും. അത് ജീനുകളിലുള്ള വിഷയമാണ്, ഇന്ന രോഗങ്ങളുള്ള ജീനുകളാലാണ് ഇവരുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ആധുനിക സമൂഹം ഏത് പേരിട്ട് അതിനെ വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു, ഇതൊരു പാറ്റേണാണ്, ഇതൊരു കൈമാറ്റമാണ്. ഈ കൈമാറ്റം ഉടച്ചു കളയാതെ ഈ വിഷയത്തിൽ നിന്ന് വിടുതലുണ്ടാകുകയില്ല. ഒരു വീട്ടിൽ വർഷങ്ങളായിട്ടുണ്ടാകുന്ന ചില സ്വാധീനങ്ങൾ, സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഗൗരവമായി തന്നെ ബാധിക്കാറുണ്ട്. എപ്പോഴും കലഹവും കോപവും അടിപിടിയും ഉണ്ടാകുന്ന വീട്ടിലെ ഒരു തലമുറ ഒരിക്കലും ഒരു ശാന്തശീലനായി വളരുകയില്ലല്ലോ. ഭീരുവായിരിക്കും, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന ഒരാളായിരിക്കും. ആ കുഞ്ഞുങ്ങൾ എന്നും പിന്നീട് വളർന്നു വരുമ്പോൾ നാട്ടുകാർക്കൊരു തലവേദന തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മദ്യപിക്കുന്ന വ്യക്തികളുള്ള വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൈതങ്ങളും അത്തരം ദുർശീലങ്ങളിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ളതായ ചാബല്യങ്ങളും തെറ്റായ പ്രവണതകളും കൈവച്ചിട്ട് അത് പിശാചാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിലെ ദുർശീലങ്ങൾക്ക് അതീതമായിട്ട് നന്നായി ജീവിക്കാൻ നോക്കുമ്പോഴും നന്നാകാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം ഞാൻ പറയട്ടെ. പലപ്പോഴും എല്ലാം ഓക്കെ ആയിരിക്കുമ്പോഴും പല ഭവനങ്ങളിലും ഒരു അദൃശ്യമായ രോഗാന്തരീക്ഷം പല വീടുകളിലും സൃഷ്ടിക്കപ്പെടുന്നത് പലരും നോക്കി നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു മന്ദഭാവത്തിലേക്ക് ഒരു കുഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ വീട്ടിലൊരാൾ വരുന്നു, 2-3 ദിവസം കൊണ്ട് ആ വ്യക്തിയുടെ മൂഡ് കംപ്ലീറ്റ്ലി മാറുന്നു. പിന്നീട് അവർക്കൊരു ക്ഷീണം വരുന്നു, കയറി കിടക്കുന്നു, ആഹാരം കഴിക്കാനൊരു താല്പര്യമില്ല. പിന്നീട് ഒരു 2 മാസം ഒരു ആശുപത്രിവാസം. എത്ര കാശ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും അത് ഡോക്ടർമാർക്ക് കൊടുക്കാനേ ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പല വൈദ്യന്മാരാൽ ഏറെക്കാലം ചികിത്സിച്ചിട്ട് തന്നെ ദ്രവ്യമെല്ലാം കൊടുത്തിട്ടും രോഗത്തിന് ഭേദം വരാത്തൊരു സ്ത്രീ യേശുവിൻ്റെ വാർത്ത കേട്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ട് അവൾ വിടുതൽ പ്രാപിച്ചതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിനെ തൊടാതെ ചില വിഷയങ്ങൾക്ക് നമുക്ക് വിടുതലുണ്ടാവുകയില്ല. ദൈവവചനത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വചനം കാണുന്നുണ്ട്. പിതാക്കന്മാർ അകൃത്യം എന്നെ പകയ്ക്കുന്നവരിൽ മക്കളുടെ മേൽ 3-4 തലമുറ വരെ സന്ദർശിക്കുന്ന ദൈവമാകുന്നു ഞാൻ. സംഖ്യാപുസ്തകം 14-18 നമ്മൾ വായിക്കുന്നു, അവൻ അകൃത്യവും ലംഘനവും പാപവും ക്ഷമിക്കുന്നു, എങ്കിലും കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേൽ 3-4 തലമുറ വരെ സന്ദർശിക്കുന്നു. അപ്പം ഇതിവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവം ക്രൂരനാണ് എന്നുള്ളതല്ല. ദൈവം ക്രൂരനാണ് എന്ന് സമർത്ഥിക്കാനുമല്ല ഈ വചനം എഴുതിയിരിക്കുന്നത്. പകരം പൂർവികർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന പല തിന്മകളും നമ്മുടെ മക്കളെ കൂടെ വലിയ തോതിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഭയം, മദ്യാസക്തി, വിഷാദം, ആത്മഹത്യാ പ്രേരണ, അക്രമ സ്വഭാവം, നിരാശ, ഇതൊക്കെയും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറുന്ന പാറ്റേണുകളായിട്ട് വ്യാപിക്കുന്നുണ്ട്. അപ്പം
നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല ഭവിഷ്യത്തുകളുടെയും പുറകിൽ ഇത്തരത്തിൽ നിങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നിമിത്തമാണ് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ജയമെടുക്കണം. പാപം പോലെ തന്നെ ഭയവും വിട്ടുകളഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാം, പാസ്റ്ററെ പാപം പോലെ ഭയം ഒരു പൈശാചികതയാണ് പ്രിയപ്പെട്ടവരെ. ജഡത്തിലെ ഭയം എന്ന് പറയുന്നത് സാത്താൻ്റെ തന്ത്രം തന്നെ. അതിനെ ജയിച്ച് പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. എനിക്ക് പേടിയാന്ന് പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ മാറിയിരിക്കും? നമ്മളത് മാറിയേ മതിയാകുകയുള്ളൂ. ഞാൻ എൻ്റെ ചർച്ചിൽ ഒരാൾ വന്ന് തിരുവനന്തപുരത്തു നിന്ന് എന്നെ കണ്ടു. അന്നേരം കഴിഞ്ഞൊരു 3.5-4 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അവൻ്റെ ചെവിയിൽ ആരോ വന്നിങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ചാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഈ പയ്യനും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മോൻ എന്നൊക്കെയാണ് പ്രയാസങ്ങൾ? അപ്പോൾ അവൻ എന്നോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഇവരുടെ ഫാമിലി പാറ്റേൺ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ ഒരു ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഈ രോഗം ബാധിച്ച് തിരിച്ചു വന്നു, മാനസികമായൊരു വിമ്പിഷ്ട നിമിത്തം. അതിനുശേഷം ഈ അച്ഛൻ്റെ 3ാമത്തെ മകൻ, അദ്ദേഹവും സമർത്ഥനാണ്, MCOM വരെ പഠിച്ചു. എന്നിട്ടും ഈ പയ്യൻ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ ഇതുപോലെ ഒരു മാനസിക വെല്ലുവിളി നേരിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പം തൻ്റെ ജനറേഷനിൽ തൻ്റെ പൂർവികരുടെ ജനറേഷനിൽ നേരിട്ട ആ വിഷയം തൻ്റെ മകൻ്റെ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടുന്നതാണ് ആ പിതാവ് കാണുന്നത്. അപ്പം ഇതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ അവരതിന് സഡേറ്റീവ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ കൊടുക്കും, മനസ്സ് ഫ്രീ ആകട്ടെ, കിടന്നുറങ്ങട്ടെ. പക്ഷേ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ പ്രശ്നം കിടന്ന് അവരെ വല്ലാതെ വലയ്ക്കുന്നത് കൊണ്ട് ഇതിനൊരു വിടുതലുണ്ടാകുകയില്ല. ഇത് കഴിച്ച് ഉറങ്ങി ആരോഗ്യകരമാം വിധം ശരീരം പ്രയോജനപ്പെടാതെ വണ്ണം വെച്ച് വീർക്കുന്നു എന്നുള്ളതല്ലാതെ ഈ മെൻ്റൽ സ്ട്രെസ്സിന് പലപ്പോഴും മരുന്ന് തേടി പോകുന്ന പല ആൾക്കാർക്ക് തങ്ങളുടെ പ്രശ്നം എന്നാന്ന് പോലും അവരെ ചികിത്സിക്കുന്നവരോട് പറയാൻ വയ്യാത്ത വിധത്തിലുള്ളതായ മാനസിക വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണ് നേരിടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ ചേഷ്ടകളും പ്രശ്നങ്ങളും കാണുന്ന ഇവരുടെ ഒപ്പമുള്ളവരാണ് ഇവരുടെ കാര്യം ഇങ്ങനെയാണെന്ന് പറയുന്നത്. പലപ്പോഴും ആ കുടുംബത്തിൽ അവരോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കത്തില്ല ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെല്ലുന്നത്. പേടിപ്പിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും. ഞാൻ പറയുന്നത് ഈ മിണ്ടാതെ ഇരുന്നോണോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വിറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന് പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാനൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഇത് ചികിത്സയെ എതിർക്കുകയല്ല, മരുന്ന് കഴിക്കണം, അത് വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ആരോഗ്യപരമായ മേഖലയിൽ, മനഃശാസ്ത്രപരമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ സേവനത്തെ ഞാൻ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ, നിങ്ങൾ മരുന്ന് എടുത്തോണം, പൊക്കോണം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, പാറ്റേണുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് ജീനാന്നും പറഞ്ഞാൽ ഒതുക്കാതെ ആ പ്രശ്നം ജന്മനാ വരാതെ ഇന്ന കാലത്ത് എന്തുകൊണ്ട് വെളിപ്പെടുന്നു. നമ്മളിതിനൊക്കെ പറയുമ്പോൾ എക്സ്പ്ലനേഷൻസ് ഒരുപാട് തരാൻ കഴിഞ്ഞാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സജീവമായൊരു പൈശാചികതയുണ്ട്. അതിനെ വെട്ടാതെ ഈ വാക്കുകൾക്ക് ഒരിക്കലും ഈ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകുകയില്ല. സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം നമ്മളോട് പറയുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മളോട് പറയുന്നു, നാവ് തീ പോലെയാണ്. അപ്പം ഇത് ജീവചക്രത്തെ നിയന്ത്രിക്കുന്ന ഉപാധിയാണ് നമ്മുടെ നാവെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം വീടുകളിൽ ഈ നിരന്തരമായിട്ട് കേൾക്കുന്ന വാക്കുകൾ, അപ്പം ചിലർ പറയും, അയ്യോ എന്തോ വരാൻ പോവാ, അയ്യോ രോഗമാ, അയ്യോ ക്ഷീണമാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്രെയിനിനൊരു പ്രശ്നമുണ്ട്. രോഗമെന്ന് പറഞ്ഞാൽ അത് രോഗമാണെന്നേ ധരിക്കുള്ളൂ. രോഗം വരല്ലേ എന്നല്ല അത് കേൾക്കുന്നത്, രോഗം മാറണേ എന്നല്ല കേൾക്കുന്നത്. ആ രോഗം മാറാനാണെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്ന അഫർമേഷൻ വേണം ഈ സാധനത്തിന് കൊടുക്കാൻ. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇല്ലായ്മയെന്ന് മാത്രമേ അതിനെ അറിയത്തുള്ളൂ. ആ ദാരിദ്ര്യം മാറാനാണോ, ദാരിദ്ര്യം വരല്ലേ എന്നാണോ, അങ്ങനെയുള്ള ഒരു സമൃദ്ധിയെക്കുറിച്ച് വേണം പറയാൻ. ചുരുക്കത്തിൽ ഭാഷാപരമായിരിക്കുന്ന മാറ്റം കൊണ്ട് മാത്രമേ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള പാറ്റേണുകളെ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാക്കുകൾ പലപ്പോഴും തോൽവിയുടെ കാരണങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭവനത്തിൽ വെളിപ്പെടുന്ന പദങ്ങളെ നിയന്ത്രിക്കുവാൻ തയ്യാറാകുക. ദൈവവചനം, ബൈബിൾ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീകവും മാനസികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അവൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിർണായക ശക്തിയായി തീരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇയ്യോബ് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം അദ്ദേഹം പറയുന്നത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. അതായത് ഇന്നത് വരും എന്നങ്ങ് പേടിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, നിങ്ങൾ പേടിക്കുന്ന കാര്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത 60% കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭയത്തോട് നോ പറയാൻ പഠിക്കണം. എനിക്ക് പേടിക്കാൻ സൗകര്യമില്ല എന്ന് തന്നെ പറയണം.
യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തെ നമ്മൾ വെട്ടിക്കളയണം. എന്നെ പേടിക്കാൻ കിട്ടത്തില്ലെന്ന് എന്നാതരം പേടിയോടാണേലും പറയണം. അത് ഇരുട്ടിനോടാണേലും, മരണപേടിയോടാണേലും, ജീവഭയത്തോടാണേലും, പരീക്ഷാ പേടിയോടാണേലും, ഇരുട്ടിനോടാണേലും, എന്നാ പ്രേതഭൂത വിശാചാണേലും ആ സാമാനത്തോട് പറഞ്ഞേക്കണം, എനിക്ക് പേടിക്കാൻ സൗകര്യമില്ല, എന്നെ പേടിക്കാൻ കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയത്തിന് വിധേയപ്പെടുന്ന കാലത്തോളം നമ്മൾ ഇതിന് അടിമകളായിട്ട് തന്നെ പോകും. സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നു, ഹൃദയത്തിലെ വ്യാകുലതകളാണ് ഒരു മനുഷ്യനെ താഴേക്ക് കൂന് പിടിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ദീർഘകാലത്തിലെ ഭയം അതൊരു മാനസികമായ ക്ഷീണത്തിലേക്ക് ഒരാൾക്ക് കൊണ്ടുപോകും. പിന്നെ ഉറക്കമില്ലാതാകും, കഴിച്ചാൽ ഊർജ്ജമില്ലാതാകും, അതവനെ നിരാശയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ആത്മഹത്യ പോലുള്ള പ്രേരണകൾ ആ വ്യക്തികൾക്കുണ്ടാകും. നിരന്തരമായ പേടിയിൽ ജീവിക്കുന്ന ഒരാൾ വളർത്തുന്നൊരു കുഞ്ഞ് ധൈര്യശാലിയാകുമോ ഇല്ലയോ? നിങ്ങൾ പറ. ആ കുഞ്ഞ് പേടിക്കുക തന്നെ ചെയ്യും. അപ്പം നിരന്തര ഭയങ്ങൾ നിമിത്തം വലയപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ ധൈര്യമില്ലാത്തവരായതുകൊണ്ടല്ല, അവരുടെ വീട് ഭരിക്കുന്നത് ഇത്തരം പേടിയെക്കുറിച്ചുള്ളതായ വാർത്തകളാണ്. ദയവായി നിങ്ങളത് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നപ്പം ആ കുഞ്ഞിന് വല്ലാത്ത പേടിയാണ്. അപ്പം ഈ പേടിയെക്കുറിച്ച് ഞാൻ ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, അതൊരു ഹൊറർ മൂവി കണ്ടപ്പോഴാണ് അതിന് ഇത്രയും പേടി ആക്റ്റീവായത്. അന്നേരം ഞാൻ ചോദിച്ചു, ഈ സിനിമ എന്തിനാ കുഞ്ഞിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കണ്ടേ? അപ്പം കൊച്ചിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ വീട്ടിൽ ആരോ ഈ ഒരു റീല് കണ്ടു. ആ റീൽ എന്നാന്ന് ചോദിച്ചാൽ, ഒരു ഹൊറർ മൂവി ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇവരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ കൊണ്ടുവന്ന ഒരാൾ പാത്രം കൊട്ടുക. ആ പാത്രം കൊട്ടിയിട്ട് എല്ലാവരെയും പേടിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചൊറ്റയ്ക്കിരുന്ന് കണ്ടെന്ന നേരത്ത് ആ വീട്ടിലുള്ള അല്പം വിവേകമില്ലാത്ത ആരോ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് ഈ കൊച്ചിത് കണ്ടുകൊണ്ടിരിക്കുന്നത് എറിഞ്ഞു. കൊച്ചിനൊരു ഞെട്ടലുണ്ടായി. അന്ന് ആ കൊച്ചിൻ്റെ അകത്ത് ഈ സാധനം കയറി. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നവർ നിങ്ങളിത് കാണണം. ഞങ്ങൾ പാത്രം കൊട്ടുമ്പോൾ നിങ്ങൾ ഞെട്ടിക്കോണം എന്നുള്ള നിലയിൽ ഒരു സ്ക്രിപ്റ്റഡായിട്ട് ചെയ്യുന്ന കാര്യം സ്വന്തം വീട്ടിൽ പരീക്ഷിച്ച് നോക്കുന്ന വകതിരിവില്ലാത്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? പ്ലീസ്, നിങ്ങൾ ഈ കാണുന്ന പല റീലുകളും ആകസ്മികമായിട്ടുണ്ടാകുന്നതല്ല, അതെല്ലാം സ്ക്രിപ്റ്റഡാണ്. നമുക്കിന്നൊരു കോണ്ടൻറ്റ് വേണം, നമുക്കിന്ന് ഇന്നത് ചെയ്യാം, അതവർ കൃത്യമായിട്ട് അജണ്ട ചെയ്ത് ടൈമിംഗ് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ക്യാമറ ഓൺ ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ആകസ്മികമായിട്ട് ചെയ്യുന്നതല്ല. എങ്ങനെയും വൈറലാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നത്. അപ്പം ആ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് ആ വീട്ടുകാരത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു വിഷമം തോന്നി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു കണ്ടൻറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വൈകാരികമായ നിലകളിലേക്ക് ഉണർത്തപ്പെടും. നിങ്ങൾ ഒരു ഫലിതരസം നിറഞ്ഞൊരു സാഹചര്യമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വല്ലാതെ ചിരിക്കും. ഭയത്തെ ഉണർത്തുന്ന ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പേടി ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പം സ്വന്തം ഭയത്തെ പരിപോഷിപ്പിക്കുന്ന ഹൊറർ സീനുകൾക്കകത്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരു പരിപാടി ഒരിക്കലും അതിന് പോകരുത്. എനിക്കിതിനകത്തൊന്നും പേടിയില്ല, ഞാനത് കണ്ടതാ, ഇങ്ങനെ വീരോഭാസം മുഴക്കുന്ന അങ്ങനെ ആ നിലയിൽ എന്താ പറയുന്നത്, ഞാനത് കണ്ടതാ, എനിക്കത് കുഴപ്പമില്ല എന്ന നിലയിൽ വീരവാദം മുഴക്കുന്ന നിലയിലേക്ക് എത്തിപ്പെടേണ്ടതിന് വേണ്ടി സ്വയം ഇരുന്ന് ഇങ്ങനെ സ്വന്തം മനസ്സിൻ്റെ ഭയത്തെ വളർത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അതൊരിക്കലും നന്നല്ല. നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കഠിന ദ്രോഹമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിലവിലില്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് രൂപകൽപ്പന ചെയ്ത് ഒരു സ്റ്റോറി എഴുതി അത് സ്ക്രിപ്റ്റ് ചെയ്ത് നൂറുകണക്കിന് ആൾക്കാരുടെ സമീപത്തിൽ നിന്ന് അതൊരു നായകനോ നായികയോ നിന്ന് അഭിനയിച്ച് അതിലെ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് ആ ദൃശ്യം ഷൂട്ട് ചെയ്യുന്ന നേരത്ത് അവരത് ആക്ട് ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് കണ്ട് ഞെട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലോട്ട് അതിനെ ഒരു സിനിമയാക്കി ഒരു ദൃശ്യമാക്കി ഇറക്കി തരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കണ്ട് ഞെട്ടി പേടിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വളരുന്ന ഭയം അതൊരിക്കലും പിശാച് കൊണ്ടുവരുന്നതല്ല. നിങ്ങൾ തന്നെ സാത്താനെ ക്ഷണിച്ചു വരുത്തുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഭയത്തെ വലുതാക്കുന്ന ഒരു സംഗതിയാണ്. ഇതുപോലെ ഭീകര ദൃശ്യങ്ങൾ കണ്ട് പേടിക്കുന്നത് പോലെ തന്നെയാണ് ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പേടിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് സ്വയം തകരാൻ നിന്നു കൊടുക്കാതിരിക്കുക. സദൃശവാക്യം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മളോട് പറയുന്നു, സന്തോഷമുള്ള ഹൃദയം ഒരു ഔഷധം പോലെയാണ്, തകർന്നുപോയ ആത്മാവ് അസ്ഥികളെപ്പോലും ഉണക്കിക്കളയും.
സങ്കീർത്തനം 33:2-3-4 നമ്മളോട് പറയുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അപ്പോൾ ശരീരവും മനസ്സും തമ്മിലുള്ളതായ ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം കഠിനമായ വേദന, കുറ്റബോധം, വിഷമം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ നമുക്ക് ബാധിക്കും. ഇനിയും എഫേസ്യ ലേഖനം 6-12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. മർക്കോസിൻ്റെ സുവിശേഷം 9 25-29 വരെയുള്ള വചനങ്ങളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ചില അവസ്ഥകൾ ആത്മീയ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളെ ജയിക്കുവാൻ കർത്താവിൽ നിന്ന് കൂടുതലായി ശക്തി ആർജിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ചില പാറ്റേണുകളെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഭയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ല എന്നും, നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നും ഉറപ്പാക്കണം. ഒരു സന്ധ്യാസമയത്ത് പ്രൈം ടൈമിൽ ഒരു വീട്ടിൽ പ്ലേ ചെയ്യപ്പെടുന്ന ഒരു സീരിയലിൻ്റെ അകത്ത് എന്ത് മെസ്സേജാണുള്ളത്? ഒരു നന്മയുടെ സന്ദേശവും അതിലില്ല. കലഹങ്ങൾ, കുടുംബ കലഹങ്ങൾ, കുത്തിത്തിരിപ്പുകൾ, ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സീരിയലിനെയും പ്രമേയമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് പഠിക്കേണ്ട സമയത്ത് വളരുന്ന കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ സമാധാനത്തിൽ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട നല്ല നേരത്ത് ഇത്തരം കെട്ട കാര്യങ്ങൾ പ്രദർശനം നടത്തുന്ന ഒരു ഭവനത്തിൽ ഇത്തരം കുത്തിത്തിരിപ്പുകളും കുതികാലുവെട്ടുകളും പരസ്പരമുള്ള ചേരിപ്പോരുകളും മാത്രമേ ഉടലെടുക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് കാണുന്നു അത് നിങ്ങൾക്ക് ഭവിക്കും. ഏലിയാവ് എലീശയോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ അത് നീ കാണുന്നു എങ്കിൽ നിൻ്റെ മേൽ അത് ഇരട്ടി പങ്കോടെ വന്ന് ഭവിക്കും. നിങ്ങൾ കാണുന്ന ഓരോ ദൃശ്യവും അതിൻ്റെ ഇരട്ടി മികവോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറുകയാണ്. അപ്പോൾ സ്വന്തം വീട്ടിലെ ടെലിവിഷൻ, യൂട്യൂബ്, നിങ്ങളുടെ മീഡിയ, നിങ്ങൾ അതിനകത്ത് എന്ത് പ്ലേ ചെയ്യുന്നു, ഇത് പാറ്റേണുകളെ ബലപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്ത് വാക്കുകൾ പറയുന്നു, അപ്പോൾ വാക്കും കാഴ്ചയും നിങ്ങളുടെ വീട്ടിനകത്ത് സംസാരമാകുന്ന വിഷയങ്ങളും നിങ്ങളുടെ ലൈഫിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പാറ്റേണുകളെ പലപ്പോഴും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബാന്തരീക്ഷം ശക്തമായി തന്നെ രൂപപ്പെടുത്തുക. ആവർത്തന പുസ്തകം 6-7 വരെയുള്ള വചനങ്ങളിൽ ദൈവം ഇസ്രായേലിനോടൊരു കാര്യം പറഞ്ഞു, ഈ വചനങ്ങൾ നീ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. സദൃശ്യവാക്യം 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നീ നിൻ്റെ മക്കൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണം. എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ വീട്ടിൽ നീ സംസാരിക്കുന്നത് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നടത്തിയ വഴികളായിരിക്കണം. അങ്ങനെ നടക്കുന്ന പിള്ളേർ, അത് കേട്ട് വളരുന്ന പിള്ളേർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ആ കുഞ്ഞുങ്ങൾ പേടിത്തൊണ്ടന്മാരായി പോകത്തില്ല, മന്ദബുദ്ധികളായി തീരത്തില്ല. ഇങ്ങനെ വിവേകമില്ലാത്ത മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്നതിൻ്റെ ഭാഗമാണ് പാറ്റേണുകൾ പലതും പല കുടുംബങ്ങളിലും ഫോം ചെയ്യപ്പെടുന്നത്. മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളെ കർത്താവിൽ വളർത്തുവാൻ നിങ്ങൾ തയ്യാറായാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അനാവശ്യമായി നിങ്ങൾ തിരികെ കെട്ടിയിട്ടുണ്ട്, അതിനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള വിവേകം നിങ്ങൾ പ്രാപിച്ചാട്ടെ. പല കുടുംബങ്ങളിലും ഇത്തരം ആത്മീക ചങ്ങലകളെക്കാൾ ഉപരി അവർ പഠിച്ചതും പരിശീലിച്ചതുമായ കുറേ തെറ്റായ പഠനങ്ങളാണ്, അവിടെ ജീവിത രീതികളാണ് പലപ്പോഴും കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. മുതിർന്നവർ ചിലരും ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചില കുടുംബങ്ങളിൽ അനുവർത്തിക്കുന്നത് നിമിത്തം വല്ലാത്ത വെച്ചുകെട്ടലുകൾ തലമുറകൾക്കത് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഈ വാക്കുകളെ കേൾക്കുന്ന നേരത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ വന്നു ചേരുന്നതായ തോൽവികളെ, നിങ്ങൾക്ക് വരുന്നതായ തോൽവികളെ തകർത്ത് കളയാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ നാവിൻ്റെ അധികാരം ഉപയോഗിക്കുക എന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെന്ന് സദൃശ്യവാക്യം 18:21 പ്രകാരം നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കുന്ന അനാവശ്യമായ പാറ്റേണുകളെ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോട്ടെ. പേടിയെന്ന് പറയും, എൻ്റെ മോനെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനുള്ള ധൈര്യത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. രോഗം എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്. ഇവിടെ ആരോഗ്യം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദിവ്യാരോഗ്യം, അവരുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യമാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ളതെന്ന് തിരുത്തി പറയാൻ നിങ്ങൾക്ക് കഴിയണം. പണമില്ലേ, കാശില്ലേ, രോഗമാണ്, ദുരിതമാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നമ്മൾ സകലത്തിനും മതിയായവരാണ്. ഒന്നിലും കുറവില്ലാതെ നടത്തുന്ന നല്ല യേശു എന്ന ഇടയൻ നമ്മുടെ വീട്ടിലുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയാനുള്ള വിവേകം നിങ്ങൾ പ്രാപിക്കണം. ഒരു വായിൽ നിന്നും വേണ്ടാത്തത് എഴുന്നേറ്റ് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിചയം
പരിച കൊണ്ട് അതിനെ നിങ്ങൾ തടുക്കണം. പലപ്പോഴും ദുഷ്ടൻ്റെ തീയമ്പ് നിങ്ങൾക്ക് നേരെ തൊടുത്തു വിടുന്നത് സാത്താൻ എന്തോ വലിയ സാമാനം കെട്ടി നിങ്ങളുടെ വീട്ടിലോട്ട് എഴുതി വിടുകയല്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വായിലൂടെയാണ് ആ തീയമ്പ് വെളിയിൽ വരുന്നത്. ആ തീയമ്പ് വന്ന് തൊടുത്തു വീണ് നിങ്ങളുടെ വീട് കത്തിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് അതിനെ എതിർത്തേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. തോൽവിയുടെ പ്രഖ്യാപനങ്ങളെ ബന്ധിച്ച് കളയണം. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, പുതിയ തുടക്കം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സാധ്യമാണ്. ദൈവം എന്തിനെ മാറ്റാൻ കഴിവുള്ളവനാണ്. ഈ ചക്രം ഇവിടെ അവസാനിക്കും. 2 തീമോഥെയോസ് 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാ ഭയസംസാരങ്ങളെയും അവസാനിപ്പിക്കണം. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭീഷണികൾ പറയുമ്പോൾ, അയ്യോ നിൻ്റെ ഭാവി എന്താകും, നീ എന്താകും, എനിക്ക് നല്ലതേ വരൂ, എന്നെ ഉയർത്തുന്നൊരു കർത്താവിൻ്റെ ജീവിതത്തിലുണ്ട്. പൊട്ടക്കിണറ്റിൽ വീണ ജോസഫിനെ മന്ത്രിയാക്കിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വനാന്തരത്തിൽ അലഞ്ഞ ഈ ദാവീദിനെ രാജാവാക്കിയ കർത്താവിൽ ഞാൻ ആശ്രയം വെക്കുന്നു. മീൻ പിടിച്ച് നടന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹനാനെയും ഒക്കെ അപ്പോസ്തലന്മാരാക്കി യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ ഭാവിക്കകത്ത് ഒരു അനിശ്ചിതത്വം ഉണ്ടാകത്തില്ല. ഞാൻ നല്ലതിലേക്ക് പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ കുഞ്ഞെ, നിങ്ങൾക്കിത് പറയാൻ കഴിയട്ടെ. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 14:1 നമ്മൾ വായിക്കുന്നത്, ജ്ഞാനമുള്ള സ്ത്രീ വീട് പണിയും. വീട്ടിൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. സ്ഥിരമായ കലഹം, മറ്റുള്ളവരെക്കുറിച്ച് ഈ വേണ്ടാത്ത അപമാനങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ, വിഷമം സൃഷ്ടിക്കുന്ന അന്തരീക്ഷം, കിടന്നുറങ്ങാത്ത കുറേ മനുഷ്യരുണ്ട് വീട്ടിൽ. അതുങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ആഹാരം കൊടുത്ത് നേരത്തെ കിടത്തി ഉറക്കാൻ വേണ്ടി ഒരു വീട്ടമ്മ തയ്യാറാകണം. രാത്രി 11 മണി കഴിഞ്ഞാലും അടുക്കളയിൽ തന്നെ കിടന്ന് പണിയെടുക്കുന്ന പരിപാടികളൊക്കെ നിർത്തണം. നിങ്ങൾക്കാദ്യം ഒരു സിസ്റ്റം ഉണ്ടായാലേ നിങ്ങളുടെ വീട് നേരെയാകുകയുള്ളൂ. നിങ്ങളുടെ അടുക്കള നേരെയായാൽ നിങ്ങളുടെ കിടപ്പുറ നേരെയാകും. അങ്ങനെ നേരെയായാലും ഒരു കുടുംബം ചൊവ്വയെ വരികയുള്ളൂ. അതുകൊണ്ട് പല കാര്യങ്ങൾക്കകത്ത് ചിതറിക്കിടക്കുന്ന മേഖലകളെ നേരെയാക്കിക്കൊണ്ട് യഥാസ്ഥാപനത്തിൻ്റെ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങളുടെ അടിസ്ഥാനങ്ങളെ നേരെയാക്കുക. ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യയ്ക്കൊത്ത വിധം ഏലിയ പ്രവാചകൻ 12 കല്ലുകളെ അടുക്കി, വിറക് കീറി വെച്ചു, മൃഗത്തെ അറുത്തു. അവസാനം താൻ പ്രാർത്ഥിക്കുന്നു. ക്രമപ്രകാരം കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ, തൻ്റെ വീട്ടിൽ നടക്കുന്ന സിസ്റ്റത്തെ ഒരു സ്ത്രീ അഴിച്ചു പണിയാൻ തയ്യാറാകുമ്പോൾ, ദൈവമഹത്വം ഇറങ്ങുന്നൊരു പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ, കർത്താവിൻ്റെ പിന്തുണ അങ്ങനെയുള്ള ജ്ഞാനമുള്ള വനിതകൾക്കൊപ്പം ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി മാറ്റണം. മദ്യം കൊണ്ടും ലഹരി കൊണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടും അതിനെ നശിപ്പിക്കരുത്. നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനെ ഒരുപോലെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളം മതി. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഭയത്തെ നിങ്ങൾ ശാസിക്കുമ്പോൾ, സാത്താൻ ഇവിടെ ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള നിലയിൽ അവനെ നമ്മൾ എതിർക്കുമ്പോൾ, പല പാറ്റേണുകളും പൊട്ടിപ്പോകും. വലുതായിട്ടുള്ള പലതിനെ നമ്മൾ ഊതിപ്പെരിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ വലുതായിട്ട് കയറി വരുന്നത്. രോഗത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ തലമുറയുടെ മേൽ സാത്താൻ കിട്ടുന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തിൻ്റെ അനുഗ്രഹം ആ കുഞ്ഞിൻ്റെ മേൽ നിങ്ങൾ വിതച്ചു തുടങ്ങുക. പരാജയത്തിൻ്റെ ഒരു ചിന്ത നിങ്ങളുടെ കുഞ്ഞിൻ്റെ അകത്ത് കയറിയാൽ വിജയത്തിൻ്റെ 1000 ശക്തി നിങ്ങളതിനകത്തേക്ക് പാസ് ചെയ്ത് വിടുക. ഇതൊരു യുദ്ധമാണെങ്കിൽ, ഇങ്ങോട്ടൊരു അമ്പ് വന്നാൽ 100 അങ്ങോട്ട് തിരിച്ചയക്കുന്ന നിലയിൽ പൊരുതി നിൽക്കുക. ഏറിയാൽ 3 മാസം. ആ 3 മാസത്തിനകം നിങ്ങളുടെ അന്തരീക്ഷം ഞാൻ ഈ പറഞ്ഞ നിലയിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വീടിനകത്തും മാറ്റങ്ങളുണ്ടാകും. പാറ്റേണുകൾ തകരും. ദൈവപ്രവൃത്തി കാണും. കർത്താവെ, ഇന്നത്തെ ഈ ദൂത് ഞങ്ങൾക്ക് വലിയ ഉണർവും ഉത്തേജനവുമാണ് നൽകിയത്. യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വീട്ടിലെ വ്യസന മാർഗങ്ങൾ മാറി ശാശ്വത അനുഗ്രഹത്തിൻ്റെ പുത്തൻ മാർഗങ്ങൾ തുറന്നു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.